എല്ലാവർക്കും നമസ്കാരം. കുറച്ച് നാളായി ഒരു വീഡിയോ ഇട്ടിട്ട് ഇപ്പോൾ അത് ആവശ്യമായൊരു സന്ദർഭം വന്നിരിക്കുന്നത് കൊണ്ടാണ് അതിന് തയ്യാറാവുന്നത്. കാരണം ഒരു സിദ്ധവൈദ്യ പഠന ക്ലാസ്സിൻ്റെ പുതിയൊരു ബാച്ച് ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ അതിൻ്റെ വിവരങ്ങൾ ഒന്ന് ചർച്ച ചെയ്യുന്നതിനും ഇതിൻ്റെ ഉദ്ദേശം എന്താണ്, ഉപയോഗം എന്താണ്, അത്തരം കാര്യങ്ങളെക്കുറിച്ച് ചെറിയ ലഘുവായ, ഒന്നും വിശദമായിട്ട് പറയാനുള്ള സമയം ഇത്രയും പരിമിതമായ സമയത്തിനുള്ളിൽ 10-20 മിനിറ്റ് കൊണ്ട് സാധ്യമല്ലല്ലോ. അപ്പോൾ ഒരു സൂചന അത്രമാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. എല്ലാവരും ശ്രദ്ധിക്കുക. ശാന്തിധാം സിദ്ധവൈദ്യ ഗുരുകുലത്തിന് ഒരു പ്രത്യേക സന്തോഷ വാർത്തയുണ്ട്. സർക്കാർ അംഗീകാരത്തോടെ പ്രവർത്തിക്കാനുള്ള അനുവാദം, അതായത് രജിസ്ട്രേഷൻ കിട്ടിയിരിക്കുന്നു എന്ന സന്തോഷ വാർത്തയാണ് ആദ്യമേ അറിയിക്കാനുള്ളത്. കാരണം ഇതൊരു ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ നിയമാവലിക്കുള്ളിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നു. അതാണ് ആദ്യമായി അറിയിക്കാനുള്ള വിശേഷ വാർത്ത. രജിസ്ട്രേഷൻ കിട്ടിയ ശേഷമുള്ള വൈദ്യപഠന ക്ലാസ്സിൻ്റെ ആദ്യ ബാച്ച് 2024 ഒക്ടോബർ 13 ഞായറാഴ്ച, അതായത് നമ്മുടെ വിജയദശമി ദിവസം ആരംഭിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇത്തരുണത്തിൽ സിദ്ധവൈദ്യത്തിൻ്റെ പ്രത്യേകതകൾ, ഈ കാലഘട്ടത്തിൽ അതിൻ്റെ പ്രസക്തി, രോഗനിർണയ നിവാരണ വിഷയങ്ങളിൽ അതിൻ്റെ പ്രത്യേകതകൾ, ഔഷധ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വളരെ ചെറുതെങ്കിലും ഒരു പരിചയപ്പെടുത്തൽ ആവശ്യമാണെന്ന് തോന്നിയതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ഇടാൻ ഉദ്ദേശിച്ചത്. കാരണം ഇതൊക്കെ പലർക്കും അറിയില്ലാത്ത സംഗതികളാണ്. പ്രത്യേകിച്ച് സിദ്ധവൈദ്യത്തിലെ നീറ്റുമുറ അന്യം നിന്നുകൊണ്ടിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ. അടുത്ത തലമുറയ്ക്ക് വേണ്ടി അത് കുറേയെങ്കിലും നിലനിർത്തണമെന്ന ഉദ്ദേശ്യവും ഈ ഗുരുകുലം സ്ഥാപിച്ചതിന് കാരണമായുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ചെറിയ രീതിയിലുള്ള ഒരു വിശദീകരണത്തിലേക്ക് പോകാം. എന്താണ് സിദ്ധവൈദ്യം? എവിടെ നിന്നാണ് അതിൻ്റെ ഉത്ഭവം? കുറഞ്ഞ വാക്കുകളിൽ അതൊന്ന് വ്യക്തമാക്കാൻ ശ്രമിക്കാം. സംഹിതാകാലത്തിന് മുമ്പെന്ന് പറഞ്ഞാൽ സംഹിതാ ഗ്രന്ഥങ്ങൾ, ആയുർവേദത്തിൻ്റെ അടിസ്ഥാന ശിലക എന്ന് പറയുന്നത് സംഹിതാ ഗ്രന്ഥങ്ങളാണ്. സുശ്രുത സംഹിത, ചരക സംഹിത, ശാർംഗധര സംഹിത, പാലകാപ്യ സംഹിത, അങ്ങനെ അനവധി സംഹിതകളുണ്ട്. ആ സംഹിതകൾ രൂപപ്പെട്ട ഒരു കാലഘട്ടത്തെയാണ് സംഹിതാകാലം എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത്. ആ കാലഘട്ടത്തിന് മുമ്പ് മറ്റ് ചികിത്സാ രീതികൾ നിലവിലില്ലാതിരുന്ന അതിപുരാതന കാലത്ത് തന്നെ അണിമാതി അഷ്ടസിദ്ധികളും സ്വായത്തമാക്കിയിരുന്ന അഗസ്ത്യർ തുടങ്ങിയ സിദ്ധയോഗികളാൽ പ്രയുക്തമായിരുന്നതും മറ്റു ചികിത്സാ രീതികൾ, അതായത് ആയുർവേദം, യൂനാനി, അർക്കവൈദ്യം, അലോപ്പതി തുടങ്ങിയവ വ്യത്യസ്ത പേരുകളോടുകൂടി നിലവിൽ വന്നപ്പോൾ സിദ്ധവൈദ്യം എന്ന് വിളിക്കപ്പെട്ടതുമായ ഒരു ചികിത്സാ സമ്പ്രദായമാണ് ഇത്. സിദ്ധന്മാരുടെ കണ്ടെത്തൽ എന്നതുകൊണ്ടും ഫലപ്രാപ്തി നിശ്ചയമായത് എന്ന അർത്ഥത്തിലും ഈ പേര് അന്വർത്ഥമാകുന്നു. അതിൻ്റെ ഐതിഹ്യം പറയുമ്പോൾ പരമശിവനിൽ നിന്നും പാർവതി ദേവിക്കും, ദേവിയിൽ നിന്ന് സുബ്രഹ്മണ്യനും, സുബ്രഹ്മണ്യനിൽ നിന്ന് നന്ദിദേവനും, നന്ദിദേവനിൽ നിന്നും അഗസ്ത്യ മഹർഷിക്കും, അഗസ്ത്യരിൽ നിന്ന് 18 സിദ്ധയോഗികൾക്കും അവരുടെ ശിഷ്യ പരമ്പരയ്ക്കും പകർന്നു കിട്ടിയ ശാസ്ത്രമാണിതെന്നാണ് ഐതിഹ്യം പറയുന്നത്. എന്തുതന്നെയായാലും ശരി, മാരകം, അസാധ്യം എന്നൊക്കെ എഴുതിത്തള്ളുന്നത് ഉൾപ്പെടെ സകല രോഗങ്ങൾക്കും പരിഹാരമായി രൂപപ്പെടുത്തിയ സിദ്ധവൈദ്യത്തെ പിന്തള്ളാവുന്ന മറ്റ് ചികിത്സാ രീതികൾ ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയുമില്ല. അത് ഉറപ്പിച്ചു പറയാവുന്ന കാര്യവുമാണ്. നിലവിലുള്ള മറ്റെല്ലാ സമ്പ്രദായങ്ങളും പരീക്ഷിച്ചു പരാജയപ്പെട്ട എത്രയോ രോഗികളെ യഥാർത്ഥത്തിൽ അപ്പോൾ മാത്രമേ സിദ്ധവൈദ്യനെ അന്വേഷിക്കൂ. അത് വേറൊരു സത്യം. ഈ ചികിത്സാ രീതിയിലുള്ള സുഖപ്പെടുത്തിയ അനുഭവം എനിക്ക് തന്നെയുണ്ട്. അങ്ങനെ അനേകർക്ക് കേരളത്തിൽ തന്നെ അനുഭവസ്ഥർ ഉണ്ട്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് സിദ്ധവൈദ്യം സിദ്ധമൂലികകളെ കൊണ്ടുള്ള ചികിത്സയാണെന്നൊരു പ്രചാരണം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അതായത് സിദ്ധവൈദ്യത്തിൻ്റെ ആചാര്യസ്ഥാനം ഒറ്റമൂലി വൈദ്യന്മാർ കുറേ ഇപ്പോൾ അങ്ങോട്ട് കൂടുതൽ കടക്കുന്നില്ല. എന്തായാലും പൊട്ടിമുളച്ച കുറച്ച്
ഗുരുക്കന്മാരും ആചാര്യന്മാരും ഒക്കെ ആയിട്ട് ഒരു വിഭാഗമുണ്ട്. അവർ ഒറ്റമൂലി ചികിത്സ ആണ് സിദ്ധവൈദ്യം. അതുപോലെ അതിൻ്റെ മറ്റ് ചില സഹവർത്തികളായ പാർശ്വ വിദ്യകളും ആണ് സിദ്ധവൈദ്യം എന്നുള്ളൊരു പ്രചാരണം അഴിച്ചുവിട്ടിട്ടുണ്ട്. ഈ ഒറ്റമൂലി ചികിത്സകർ ക്യാൻസറിന് വരെ ഒറ്റമൂലികൾ കൊണ്ട് ചികിത്സിക്കുന്ന മഹാഗുരുക്കന്മാരുണ്ട്. ഇവർ ചികിത്സിച്ചു വഷളാക്കിയ കേസുകൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ വർത്തമാന കാലത്തിൽ നിലവിലുണ്ട്, മുമ്പ് വന്നു പോയിട്ടുണ്ട്. അങ്ങനെ അനുഭവങ്ങൾ ഒരുപാടുള്ളത് കൊണ്ടാണ് ഇത് ഇത്ര വ്യക്തമായിട്ട് തറപ്പിച്ച് പറയാൻ ധൈര്യപ്പെടുന്നത്. എന്നാൽ രസം, ഗന്ധകം, ലോഹങ്ങൾ, പാഷാണങ്ങൾ തുടങ്ങിയ മൂലകങ്ങളെ സംസ്കരിച്ച് പാകപ്പെടുത്തുന്നതിലുള്ള ബുദ്ധിമുട്ടും കഴിവില്ലായ്മയുമാണ് ഇത്തരം പ്രചാരങ്ങൾക്ക് അടിസ്ഥാനം. സ്വർണം തുടങ്ങിയ ലോഹങ്ങളെല്ലാം, 64 പാഷാണങ്ങൾ, 24 ലവണങ്ങൾ, 125 ഉപധാതുക്കൾ തുടങ്ങിയ വസ്തുക്കളാണ് രസവിദ്യയിൽ അഥവാ സിദ്ധവൈദ്യത്തിൽ അസംസ്കൃത പദാർത്ഥങ്ങളായി ഋഷികൾ സ്വീകരിച്ചിട്ടുള്ളത്. ഇവയൊക്കെ ശുദ്ധീകരിക്കുന്നതിനും പാകപ്പെടുത്തുന്നതിനും ആവശ്യമായ കാകമാചി, കുപ്പമേനി തുടങ്ങിയ മൂലികകൾ, അമരിദ്രാവകം, ചീനദ്രാവകം തുടങ്ങിയ ദ്രാവകങ്ങൾ, വെടിയുപ്പ് ജയനീർ തുടങ്ങിയ ജയനീരുകൾ മുതലായവയാണ് മറ്റ് അസംസ്കൃത വസ്തുക്കൾ. ഇവ ഉപയോഗിച്ച് ഭസ്മം, സിന്ദൂരം, കെട്ട്, മെഴുക്, ദ്രാവകം, കുഴമ്പ്, കളങ്ക് തുടങ്ങി വ്യത്യസ്ത രൂപത്തിലും ഗുണങ്ങളിലുമായി ഔഷധങ്ങൾ തയ്യാറാക്കുന്നത് സിദ്ധവൈദ്യത്തിൻ്റെ പ്രത്യേകതയാണ്. ഇങ്ങനെ തയ്യാറാക്കുന്നത് കൊണ്ട് ഭസ്മങ്ങൾ 600, സിന്ദൂരം 500, കെട്ട്, മെഴുക് ഇവ 100, ദ്രാവകം 50 വരെ വർഷങ്ങൾ യാതൊരു ഗുണക്കുറവുമുണ്ടാവാതെ ഗുണമേന്മയോടുകൂടി നിലനിൽക്കും എന്ന് ആചാര്യന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. തലമുറകൾ കഴിഞ്ഞ മരുന്നുകൾ ചില സ്ഥാപനങ്ങളിലും കുടുംബങ്ങളിലും ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട് ഗുണമേന്മയോടെ തന്നെ. അതും നമുക്ക് ഇത്തരുണത്തിൽ സ്മരണീയമായ ഒരു വിഷയമാണ്. പിന്നെ മുമ്പ് പറഞ്ഞതുപോലെ അധികം വിവരിക്കാൻ സമയമില്ല. അതിന് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ലോഹങ്ങളായാലും മറ്റു വസ്തുക്കളായാലും, അതായത് രസം, ഗന്ധകം, പാഷാണങ്ങൾ തുടങ്ങിയവ, ഒപ്പം ലോഹങ്ങളും ഔഷധയോഗ്യമായവ തിരഞ്ഞെടുത്ത് വിധിപ്രകാരം ശുദ്ധി ചെയ്ത് നിർദ്ദേശിച്ചിട്ടുള്ള അത്രയും പ്രാവശ്യം ആവർത്തിച്ച് സ്ഫുടം ചെയ്ത് പരിശോധിച്ച് ഗുണമേന്മ ഉറപ്പുവരുത്തിയ ശേഷം മാത്രം രോഗിക്ക് കൊടുക്കാൻ വിധിച്ചിട്ടുള്ള ഭസ്മസിന്ദൂരങ്ങളുടെ സ്ഥാനത്ത് ലോഹങ്ങൾ ശുദ്ധി ചെയ്യുക പോലും ചെയ്യാതെ കഠിനമായ ചൂടിൽ കരിച്ചു പൊടിച്ചു പാക്കറ്റിലാക്കി ഏജൻസികൾ വഴി വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങൾ ചെയ്യുന്ന ദ്രോഹം എത്ര വലുതാണ് എന്നുകൂടി ഇത്തരുണത്തിൽ ചിന്തിക്കണം. ഇതിനൊരു പരിഹാരവും നീറ്റുമുറയുടെ യഥാർത്ഥ സത്ത നഷ്ടപ്പെടാത്ത ഒരു പഠനം ആവശ്യമായിരിക്കുന്നുവെന്ന് വ്യക്തമാക്കുന്നു. അതായത് ഇവിടെ പറഞ്ഞു പരിശോധിച്ച് ഗുണമേന്മ വ്യക്തമാക്കണമെന്ന്, ഉറപ്പുവരുത്തണമെന്ന്. എന്താണ് പരിശോധന എന്ന് പറഞ്ഞത്? ഏത് വിധത്തിലാണ്? അതിന് ചെറിയ ഒരു കാര്യം, അതായത് പരിശോധനാ വിധിയിൽ ചെറിയ ഒരു കാര്യം മാത്രം ഞാനൊന്ന് സൂചിപ്പിക്കാം. ഇപ്പോൾ ഒരു ലോഹം, സ്വർണം മുതൽ ഇരുമ്പ്, ചെമ്പ്, നാഗം, വെളുത്തീയം, കറുത്തീയം, ഇതെല്ലാം സിദ്ധവൈദ്യത്തിലെ അസംസ്കൃത പദാർത്ഥങ്ങളാണ്, ഔഷധങ്ങളാണ്. ഏതെങ്കിലും ഒരു ലോഹം നീറ്റി ഭസ്മം എടുത്ത് അത് പൂർണ്ണമായോ അതിൻ്റെ പാകം പൂർണ്ണമായോ എന്ന് മനസ്സിലാക്കുന്നതിന് പരിശോധനാ വിധികളുണ്ട്. അവിടെ ലോഹങ്ങളാണെങ്കിൽ മറ്റു പദാർത്ഥങ്ങൾക്ക് വ്യത്യസ്തമായ വിധികളുണ്ട്. ഇവിടെ ലോഹങ്ങളാണെങ്കിൽ ആ ലോഹത്തിൻ്റെ ഭസ്മമായാലും സിന്ദൂരമായാലും അതിൻ്റെ ഒരു നിശ്ചിത അളവെടുത്തിട്ട് ആ തുല്യ തൂക്കത്തിൽ, ആ എടുത്ത മരുന്നിൻ്റെ തുല്യ തൂക്കത്തിൽ പഞ്ചമിത്രം എന്ന് പറയുന്ന ഒരു കൂട്ടുണ്ട്, അത് ചേർത്ത് ഉരുക്കുക എന്നുള്ളതാണ്. പഞ്ചമിത്രം എന്ന് പറയുമ്പോൾ മധു, ഗുഡ, കൃത, ഗുഞ്ച, ടങ്കണം പഞ്ചമിത്രം. മധു തേൻ, ഗുഡം ശർക്കര, കൃതം നെയ്യ്, ഗുഞ്ച കുന്നിക്കുരു, ടങ്കണം പൊൻകാരം. ഈ 5 പദാർത്ഥങ്ങൾ തുല്യ അളവിലെടുത്തിട്ട് അതിലൊന്നിന് സമം നമുക്ക് പരിശോധിക്കേണ്ട ഔഷധവും ചേർത്ത് യോജിപ്പിച്ച് ഉരുക്കുക. ഉരുക്കിയാൽ ഇരുമ്പിൻ്റെ ഭസ്മമാണെങ്കിൽ ഇരുമ്പായിട്ട് തന്നെ പരിണമിക്കുന്നില്ല എങ്കിൽ, അഥവാ പിന്നെ മറ്റുള്ളതെല്ലാം കത്തിപ്പോയിട്ട് അല്ലെങ്കിൽ ഇല്ലാതായിട്ട്
ഈ ഭസ്മത്തിന് അല്ലെങ്കിൽ സിന്ദൂരത്തിന് ചേർത്ത പദാർത്ഥത്തിന് വികാരങ്ങൾ സംഭവിക്കാതെ അത് അങ്ങനെ നിലനിൽക്കുകയാണെങ്കിൽ അത് പൂർണ്ണമായി പാകപ്പെട്ടതാണ്. ധൈര്യമായിട്ട് ഏത് രോഗിക്കും കൊടുക്കാം. അത് വൈദ്യൻ ഉദ്ദേശിച്ച പഥ്യനിഷ്ഠയോടുകൂടി സേവിച്ചാൽ നിശ്ചയിച്ച സമയത്തിനുള്ളിൽ തന്നെ അതിൻ്റെ ഫലസിദ്ധിയും നമുക്ക് പ്രകടമാകും. നേരെ മറിച്ച് ഇരുമ്പിൻ്റെ ഭസ്മം ചേർത്ത് ഉരുക്കി ഇരുമ്പായിട്ട് തന്നെ പരിണമിക്കുന്നു എങ്കിൽ അത് വീണ്ടും പാകപ്പെടുത്തേണ്ടതുണ്ട്. വീണ്ടും പാകപ്പെടുത്തുക എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്തെടുത്ത മരുന്ന് എത്രയുണ്ടോ അത്രയും അതിന് ശുദ്ധി ചെയ്ത് ഗന്ധകം ചേർത്ത് വീണ്ടും ആ പദാർത്ഥത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് ഗജപുടമോ അല്ലെങ്കിൽ ഏത് പുടമാണ് അനുയോജ്യമെന്ന് വെച്ചാൽ ആ പുടം അനുസരിച്ച് ഒന്നുകൂടി പാകപ്പെടുത്തിയാൽ അത് രോഗിക്ക് കൊടുക്കാൻ തക്ക ശുദ്ധ ഔഷധമായി കിട്ടും. ഇത് ഇങ്ങനെ ഇത്തരം പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ അനുയോജ്യമെന്ന് വിധിയെഴുതത്തക്ക ഏതെങ്കിലും ഒരു ഔഷധം ഏതെങ്കിലും ഒരു കമ്പനിയുടേത് ഇന്ന് നിലവിലുണ്ടോ, മാർക്കറ്റിൽ ലഭ്യമാണോ എന്ന് സംശയമാണ്. അപ്പോൾ അങ്ങനെയാണ് അത്തരം അനുഭവങ്ങളൊക്കെ അല്ലെങ്കിൽ അതുപോലെയുള്ള നിലനിൽക്കുന്ന സംഗതികളൊക്കെ ഈ ഒരു പഠനത്തിൻ്റെ അനിവാര്യതയെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ എത്രയോ മഹാത്മാക്കൾ അശ്രാന്ത പരിശ്രമത്തിലൂടെ സമൂഹ നന്മയ്ക്ക് വേണ്ടി ചിട്ടപ്പെടുത്തിയ ശാസ്ത്രത്തെ ഈ വിധം ദുരുപയോഗം ചെയ്യുന്നത് മഹാപാപമാണെന്ന് മാത്രമേ പറയാൻ കഴിയൂ. പണമുണ്ടാക്കാൻ മറ്റു വഴികൾ തിരഞ്ഞെടുത്തുകൊണ്ട് ഈ ഒന്നിനെയെങ്കിലും വെറുതെ വിട്ടാൽ സമൂഹത്തിന് വലിയ ഒരു അനുഗ്രഹമായിരിക്കും എന്ന് ഈ തരുണത്തിൽ ഓർമ്മിപ്പിക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ. കാരണം ആരെയും നിയന്ത്രിക്കാൻ സാധ്യമല്ലല്ലോ. അതുപോലെ ചില സംഗതികൾ ഉള്ളത് ഇവിടെ നേരത്തെ പറഞ്ഞു ഒറ്റമൂലികളുടെ കാര്യം. സിദ്ധവൈദ്യത്തിലും ഒറ്റമൂലികൾ ആവശ്യമുണ്ട്. പക്ഷേ സിദ്ധവൈദ്യത്തിൽ ഒറ്റമൂലികൾ ആവശ്യമുള്ളത് പലപ്പോഴും മരുന്നുകളെ നീറ്റുന്നതിന്, അതായത് അരയ്ക്കുന്നതിന്, ശുദ്ധി ചെയ്യുന്നതിന്, പാകപ്പെടുത്തുന്ന സമയത്ത് അതിൻ്റെ ക്രമീകരണത്തിന് ഒക്കെ ആയിട്ടാണ്. അതുപോലെ പല ഔഷധങ്ങൾക്കും അനുപാനമായിട്ട് സ്വരസങ്ങളോ കഷായങ്ങളോ മറ്റ് ഔഷധങ്ങളോ പാല്, തേൻ, നെയ്യ് തുടങ്ങിയ പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ആ വിധത്തിലാണ് മൂലികകളുടെ ഉപയോഗം കൂടുതലായിട്ട് സിദ്ധവൈദ്യത്തിലുള്ളത്. സിദ്ധവൈദ്യത്തിലെ അടിസ്ഥാന മരുന്നുകളെന്ന് പറയുന്നത് മൂലകങ്ങൾ പാകപ്പെടുത്തിയവയാണ്. അത് മൂലകങ്ങളെന്ന് പറയുമ്പോൾ മുമ്പേ പറഞ്ഞ ലോഹങ്ങൾ, പാഷാണങ്ങൾ തുടങ്ങിയവയൊക്കെയാണ്. അതുപോലെ ഉപ്പുകളെന്ന് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. 24 തരം ഉപ്പുകളും പ്രകൃതിസിദ്ധമായിട്ട് 12ഉം 12 എണ്ണം വെച്ചെടുക്കാവുന്നതുമായ 24 ഉപ്പുകൾ സിദ്ധവൈദ്യത്തിൽ എടുത്തു പറയുന്നുണ്ട്. ഇനി അതിനുപരി എല്ലാ മൂലകങ്ങളിലും ഉപ്പും ക്ഷാരവും അടങ്ങിയിട്ടുണ്ട്. ഇതിനെ വേർതിരിച്ചെടുക്കാനുള്ള വിധിയും സിദ്ധവൈദ്യത്തിലുണ്ട്. അങ്ങനെ ഓരോ വ്യത്യസ്തങ്ങളായ പദാർത്ഥങ്ങളിൽ നിന്ന്, മൂലികകളിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഉപ്പുകൾക്ക് വ്യത്യസ്ത ഗുണങ്ങളുമുണ്ട്. ഇവിടെ ഈ സന്ദർഭത്തിൽ എടുത്തു പറയേണ്ട ഒന്ന് അർക്കവൈദ്യത്തെക്കുറിച്ചാണ്. അർക്കവൈദ്യം ഇതിൻ്റെ മറ്റൊരു പതിപ്പാണ്. കാരണം അർക്കവൈദ്യം എന്ന് പറഞ്ഞാൽ ഹോമിയോയുടെ ഒരു പ്രാചീന രൂപം എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ ചെയ്യുന്നത് മൂലകങ്ങളുടെ സത്ത് വാറ്റി എടുക്കുക എന്നുള്ളതാണ്. ഇവിടെ സിദ്ധവൈദ്യം ചെയ്യുന്നത് അതിൻ്റെ ക്ഷാര ലവണങ്ങളെ ആവശ്യമനുസരിച്ച് വേർതിരിച്ചെടുത്ത് ഉപയോഗപ്പെടുത്തുന്നു. മറ്റ് മരുന്നുകൾ നിർമ്മിക്കുമ്പോഴും ഔഷധ കൂട്ടുകളിൽ ചേർക്കുന്നതിനും തനിയെ ഉപയോഗിക്കുന്നതിനും ഒക്കെ വിനിയോഗിക്കാവുന്ന വസ്തുതകളാണ് ഈ മൂലികകളിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഉപ്പും ക്ഷാരവും. അപ്പോൾ അങ്ങനെ ഒരു വിധിയുണ്ട്. അതല്ലാതെ ഈ സിദ്ധവൈദ്യത്തിൽ ഈ മൂലകങ്ങൾ നീറ്റുന്നതിന്, മൂലകങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ പറഞ്ഞ വസ്തുക്കൾ നീറ്റുന്നതിന് മൂലകങ്ങളെ തന്നെ തിരഞ്ഞെടുത്ത് ഉപയോഗിക്കുന്ന ഒരു സമ്പ്രദായവും നിലവിലുണ്ട്. അതായത് മൂലകങ്ങളെ നീറ്റാൻ മൂലകങ്ങൾ തന്നെ ഉപയോഗിക്കുക. അതാണ് കൂടുതൽ സ്വീകരിക്കപ്പെട്ടിട്ടുള്ളത്. അവിടെ നമ്മൾ ഇത് തിരഞ്ഞെടുക്കുമ്പോൾ മൂലകങ്ങൾ എന്ന് പറയുമ്പോൾ പ്രകൃതിയിൽ നിന്ന് ലഭ്യമായ ലോഹങ്ങൾ, പാഷാണങ്ങൾ തുടങ്ങിയവ.
ഇവയ്ക്കൊക്കെ ആചാര്യന്മാർ, സിദ്ധ വൈദ്യന്മാർ അല്ലെങ്കിൽ ഋഷികൾ മറ്റു ഓരോ മൂലകത്തിനും മറ്റു പല മൂലകങ്ങളെ ശത്രുക്കളായും മിത്രങ്ങളായും നിർദ്ദേശിച്ചിട്ടുണ്ട്. അവിടെ ആചാര്യൻ പ്രത്യേകം പറയുന്നുണ്ട്, ചത്തുരുവിനാൽ ഹതം ചെയ്ത് മിത്തിരുവിനാൽ എഴുപ്പിടായി. ചത്തുരുവിനാൽ ഹതം ചെയ്ത്, അതായത് ചത്തുരു എന്ന് പറയുന്നത് ശത്രു മൂലകങ്ങളെ കൊണ്ട് ഹതം ചെയ്തിട്ട്, അതായത് അതിൻ്റെ വിഷാംശത്തെ പൂർണ്ണമായി ശമിപ്പിച്ചിട്ട് നശിപ്പിച്ചിട്ട് അപ്പോഴേക്ക് അത് നിർജീവ അവസ്ഥയെ പ്രാപിക്കും. അപ്പോൾ പിന്നെന്ത് വേണം? മിത്തിരുവിനാൽ എഴുപ്പിടായി, മിത്ര മൂലകങ്ങളെ കൊണ്ട് അതിന് ശക്തി കൊടുക്കണം. ശക്തി കൊടുത്ത് വേണം അത് ഔഷധമാക്കി ഉപയോഗിക്കാൻ. അങ്ങനെയാണെങ്കിൽ പരിപൂർണ രോഗശമന ശക്തിയുള്ള ദിവ്യ ഔഷധമായിട്ട് അത്തരം സാധനങ്ങൾ മാറും. ഇവിടെ ശത്രുവും മിത്രവും എന്ന് പറഞ്ഞു. അവിടെ 1-2 മാത്രം ഞാൻ അതിൻ്റെ ഒരു ഉദാഹരണം എന്നുള്ള നിലയിൽ ഇവിടെ പറയാം. അതായത് ഇരുമ്പിൻ്റെ ശത്രു നിരയിൽ വരുന്നത് എന്തൊക്കെയാണ്? അഭ്രകം, പൊരികാരം, മുട്ടത്തോട്, വെങ്കലം, മാക്ഷികം, വങ്കം, കിളിഞ്ചിൽ, കാരോട്, ഗന്ധകം, നവസാരം, മനശില, സൗവീരം, മൃതാർശിങ്കി, ഗൗരീപാഷാണം, വെള്ളപ്പാഷാണം, ശിലാസത്ത്, പൂനീരുപ്പ്, ഇത്രയും സാധനങ്ങൾ ഇരുമ്പിൻ്റെ ശത്രുക്കളായി പ്രവർത്തിക്കുന്ന മൂലകങ്ങളാണ്. അതായത് ഇരുമ്പിൻ്റെ ശക്തിയെ കെടുത്തിക്കളയും. അതിനുള്ള ശക്തി ഈ പറഞ്ഞ പദാർത്ഥങ്ങൾക്കുണ്ട്. ഇനി ഇരുമ്പിനെ ബലപ്പെടുത്തണമെങ്കിൽ, അതായത് ശുദ്ധി ചെയ്ത് അതിൻ്റെ ശക്തി നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് അനുഗുണമായ രീതിയിൽ അതിനെ ശക്തിപ്പെടുത്തിയെടുക്കാൻ മിത്രമൂലകങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഏതൊക്കെയാണത്? ഇരുമ്പിൻ്റെ മിത്രങ്ങളായിട്ട് വരുന്നത് വെള്ളി, ഗൗരീപാഷാണം, നാഗം, കാന്തം, ചെമ്പ്, പച്ചക്കർപ്പൂരം, ഭൂനാഗം, രാജാവർത്തം, തങ്കം, ഗന്ധകച്ചെമ്പ്, മയൂരച്ചെമ്പ്, ചൂടം എന്ന് പറഞ്ഞാൽ ചൂടൻ കർപ്പൂരം, കത്തിക്കാനൊക്കെ ഉപയോഗിക്കുന്ന കർപ്പൂരം. ഇത്രയും സാധനങ്ങൾ ഇരുമ്പിനെ ബലപ്പെടുത്തും എന്ന് പറയുന്നുണ്ട്. അതുപോലെ രസത്തിൻ്റെ ശത്രുക്കൾ. രസം എന്ന് പറയുന്നത് ഔഷധങ്ങളിലെ ശിരോമകുടമാണ്. അതിനെ അതിക്രമിച്ച് നിൽക്കുന്ന മറ്റൊരു ഔഷധ പദാർത്ഥവും ഭൂമിയിലില്ല. അത്രയും ശ്രേഷ്ഠമായ സ്ഥാനത്ത് നിൽക്കുന്ന ഔഷധമാണ് രസം. ആ രസത്തിൻ്റെ ശത്രുക്കളായിട്ട് പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയാണ്? ശംഖുപടികാരം, ഗൗരീപാഷാണം, വെള്ളപ്പാഷാണം, കുതിരപ്പൽ പാഷാണം, ശക്തിപാഷാണം, വെടിയുപ്പ്, ഇരുമ്പ്, കാന്തം, ചൂടം, പൊന്നമ്പർ, പച്ചക്കർപ്പൂരം, മാക്ഷികം, പൂനീരുപ്പ്, ഇത്രയും സാധനങ്ങൾ രസത്തിൻ്റെ ശത്രുഭാവത്തിൽ നിൽക്കുന്നു. അതായത് രസത്തിൻ്റെ വിഷത്തെ പൂർണ്ണമായി ശമിപ്പിക്കും ഈ പദാർത്ഥങ്ങൾ. അങ്ങനെ ശമിപ്പിക്കുമ്പോൾ രസത്തിൻ്റെ വീര്യവും കുറയും. അങ്ങനെ കുറയുന്ന അവസരത്തിൽ അതിനെ ദോഷരഹിതമായി വീര്യവത്താക്കി സൃഷ്ടിക്കുന്നതിന് മിത്ര മൂലകങ്ങളെ ഉപയോഗിക്കുന്നു. ആ മിത്രമൂലകങ്ങൾ ഏതൊക്കെയാണ് രസത്തിൻ്റെ? അഭ്രകം, നാഗം, കാരീയം, വങ്കം, മനശില, ഗന്ധകം, സൗവീരം, താളകം, തൊട്ടിപ്പാഷാണം, വെള്ളി, ചെമ്പ്, തുരിശ്, നവസാരം, പൊരികാരം, അഞ്ജനക്കല്ല്, തുത്തം, തീമുറുകൽ, പവിഴപ്പുറ്റ്, ഇത്രയും സാധനങ്ങൾ രസത്തിൻ്റെ മിത്ര മൂലകങ്ങളായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് സിദ്ധവൈദ്യത്തിലെ അടിസ്ഥാന കാര്യങ്ങൾ ഘടകങ്ങളിൽ പെട്ടവയാണ്. ഈ ശത്രുമിത്ര മൂലകങ്ങളെ തിരിച്ചറിയുകയും അവയെ ഉപയോഗിച്ച് പാകപ്പെടുത്തുന്നതിന് അറിഞ്ഞിരിക്കുകയും ചെയ്യുക എന്നുള്ളത്. ഇതും ഈ പഠനത്തിൻ്റെ ഇന്ന് സാധാരണ ഈ മുമ്പേ പറഞ്ഞ പോലെ മൂലികകളെ ഉപയോഗിച്ച് സിദ്ധവൈദ്യം കൈകാര്യം ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും വായിച്ചു പോലും അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഉണ്ടായിരുന്നുവെങ്കിൽ അതാണ് സിദ്ധവൈദ്യം എന്നുള്ള പ്രചാരണം അവരിൽ നിന്നുണ്ടാവില്ലായിരുന്നു. പിന്നെ ഇനി അധികം ഏതായാലും കൊണ്ടുപോകുന്നില്ല. പിന്നെ മറ്റൊന്ന് പറഞ്ഞത് രോഗനിർണയ രീതിയാണ്. രോഗനിർണയ രീതി എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ ഏതെങ്കിലും ഒരു രോഗം നിശ്ചയിക്കണമെങ്കിൽ ലാബറട്ടറിയെയോ അല്ലെങ്കിൽ സ്കാനിങ് സെൻറ്റർ അതുപോലുള്ള സ്ഥാപനങ്ങളെ സമീപിക്കുന്നു. എന്നാൽ ഇതുകൊണ്ട് പൂർണ്ണമായ ഒരു രോഗനിർണയം സാധ്യമാണോ എന്ന് സ്വയം ചോദിച്ചു നോക്കൂ. ഇപ്പോൾ ഞാൻ പറയാം, എന്തെങ്കിലും ഒരു അടയാളം അല്ലെങ്കിൽ അതിൽ ആഡ് ചെയ്തിരിക്കുന്ന സോഫ്റ്റ്വെയറിൻ്റെ സിസ്റ്റം അനുസരിച്ചല്ലാതെ ആ യന്ത്രത്തിന് ഏതെങ്കിലും ഒരു രോഗത്തെക്കുറിച്ച് വിവരിക്കാൻ കഴിയുമോ? കാരണം അതിന് മനുഷ്യബുദ്ധിയില്ല. അതിൽ ക്രമീകരിച്ചിരിക്കുന്ന ആ പട്ടികയ്ക്കുള്ളിൽ നിൽക്കുന്നത് മാത്രമേ അതിന് വിവരിക്കാൻ കഴിയൂ. എന്നാൽ അവിടെ അതിന് സാധ്യമല്ലാത്ത പല രോഗങ്ങളില്ലേ? ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഗുന്മം എന്ന് പറയുന്ന രോഗം. ഗുന്മം എന്ന് പറയുന്ന രോഗം അത് ഗുന്മക്കട്ടിയായി മാറി
അതുപോലെ രക്തഗുന്മം അത് ഗർഭാശയത്തിനുള്ളിൽ കട്ടിയായി മാറി ഒക്കെ വരുന്ന, അതായത് അത് ഏതാണ്ട് ഒരു അസാധ്യാവസ്ഥയിൽ എത്തുന്ന ഘട്ടത്തിൽ മാത്രമേ യന്ത്രത്തിൽ തെളിയാനുള്ള ഒരു പഴുതതിനുണ്ടാവുന്നുള്ളൂ, ഒരു രൂപം അതിനുണ്ടാവുന്നുള്ളൂ. ആ സമയത്ത് എന്തെങ്കിലും ഗർഭാശയത്തിലാണെങ്കിൽ പിന്നെ ഫൈബ്രോയിഡെന്നോ മറ്റേതോ മറിച്ചതോ ഒക്കെയുള്ള ചില പേരുകളിൽ, ഇനി പുറത്താണെങ്കിൽ വയറ്റിൽ മുഴ അത് ഇത്ര കിലോ ഉണ്ട് മുറിച്ച് കളയണമെന്ന് പറഞ്ഞ് ഉള്ള ഒരു പിന്നെ റിപ്പോർട്ട് ഇതൊക്കെയാണ് കിട്ടുക. എന്നാൽ ഈ കട്ടി രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെ ഒരു വൈദ്യന്, അത് സിദ്ധവൈദ്യനായാലും ആയുർവേദ വൈദ്യനായാലും പാരമ്പര്യമായിട്ട് ചികിത്സാ ശാസ്ത്രം അടിസ്ഥാനപരമായിട്ട് അഭ്യസിച്ചിട്ടുള്ള വൈദ്യനാണെങ്കിൽ ഈ രൂപം പ്രാപിക്കുന്നതിന് മുമ്പ് ആ ഗുന്മരോഗത്തെ തിരിച്ചറിയാൻ കഴിയും. അങ്ങനെ എല്ലാ രോഗങ്ങൾക്കും ഉണ്ടൊരവസ്ഥ. അതിന് പിന്നെ പൂർവ്വരൂപം, നിദാനം, ലക്ഷണം തുടങ്ങി അടിസ്ഥാനപരമായ കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇവയറിയാതെ എത്ര ഔഷധങ്ങൾ, ഗംഭീരമായ ഔഷധങ്ങൾ ഉണ്ടാക്കാനും കൊടുക്കാനും പഠിച്ചാലും ചികിത്സിക്കാൻ കഴിയില്ല. ചികിത്സ പരാജയപ്പെടും. ചികിത്സ വിജയിക്കണമെങ്കിൽ ഈ രോഗനിദാന ലക്ഷണങ്ങൾ എല്ലാം അറിഞ്ഞിരുന്നുകൊണ്ട് ഉചിതമായ പ്രതിവിധി മാർഗങ്ങളും അറിഞ്ഞിരിക്കണം. അതിനാണ് വൈദ്യശാസ്ത്രം പഠിക്കേണ്ടത്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത്, അതുകൂടെ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ നിർത്താം. അതായത് അതിന് തന്നെ സമയമില്ല. ഇത് എടുത്തു പറയുന്നത് വൈദ്യ പഠനത്തിന് ആവശ്യമായത് കൊണ്ടല്ല, നമ്മുടെ ശ്രദ്ധയിൽ പതിയേണ്ട ഒരു കാര്യമാണ്. എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് നമ്മുടെ തലമുറകൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വണ്ണം നമ്മുടെ സാംസ്കാരിക പൈതൃകത്തെയും പൂർവികരുടെ കണ്ടെത്തലുകളെയും ശാസ്ത്ര നേട്ടങ്ങളെയും നമ്മെ ഉപയോഗിച്ച് തന്നെ ഇടിച്ചു താഴ്ത്താനുള്ള ബാഹ്യശക്തികളുടെ ഗൂഢലക്ഷ്യങ്ങളുടെ വിജയത്തിൻ്റെ തോതനുസരിച്ച് മാത്രമാണ് അലോപ്പതി ചികിത്സാ രീതി ഇവിടെ വളർന്നു വന്നിട്ടുള്ളത്. നിഷേധിക്കാൻ പറ്റുമോ? ഇതൊരു സത്യമല്ലേ? വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലകളിലും ഈ കടന്നുകയറ്റം വളരെ ശക്തമാണെന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ശസ്ത്രക്രിയയും രക്തം മാറലുമൊക്കെ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ വിജയകരമായി പ്രയോഗിച്ചിരുന്നുവെന്ന് സുശ്രുത സംഹിതയും മറ്റും വായിച്ചു നോക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവും. എന്നാൽ ഇങ്ങനെ അനവധി കാര്യങ്ങളുണ്ട്. ഇവയൊക്കെ കെട്ടുകഥകളാണെന്ന് തോന്നത്തക്ക നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിക്കാൻ ആധുനികർക്ക് കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും ആയുർവേദത്തെ ഉദ്ധരിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടക്കുന്നുവെന്നത് ആശാവഹമാണ്. പക്ഷെ അപ്പോഴും സിദ്ധവൈദ്യം അവഗണിക്കപ്പെട്ടു തന്നെ ഇരിക്കുന്നു. രോഗം വന്ന അവയവം മുറിച്ചു കളയുന്നതിന് പകരം ചികിത്സിച്ച് സുഖപ്പെടുത്താൻ കഴിയുന്ന സമ്പ്രദായമാണ് സിദ്ധവൈദ്യം. അതായത് ചികിത്സ എന്ന് പറയുന്ന സംഗതി ശരീരഭാഗങ്ങളെ മുറിച്ചു മാറ്റാനല്ല, ഉപയോഗപ്രദമായി നിലനിർത്താനുള്ള ഉപാധിയാണ്. ആവണം ചികിത്സ. അങ്ങനെ ആവുന്നെങ്കിൽ മാത്രമേ അതിനെ ചികിത്സ എന്ന് പറയാൻ കഴിയൂ. ഇത് അടിസ്ഥാനപരമായി വൈദ്യൻ മനസ്സിലാക്കിയിരിക്കേണ്ട സംഗതിയാണ്. ഒരു രോഗി സമീപിച്ചാൽ അയാളുടെ അവയവം മുറിച്ചു കളയുക എന്നുള്ളതിനേക്കാൾ ആവശ്യം ആ അവയവം ഉപയോഗപ്രദമായി, അതായത് ഏറെക്കുറെയെങ്കിലും പൂർവ്വസ്ഥിതിയിലാക്കി നിലനിർത്തുക എന്നുള്ളതാണ്. മുറിച്ചു കളയാൻ എളുപ്പമാണ്, ആർക്കും പറ്റും. അതൊരു ഇറച്ചിവെട്ടുകാരനും വേണ്ടി വന്നാൽ സാധിക്കുന്നതാണ്. കാരണം സംഘടനകളൊക്കെ ഉണ്ടായി കൈയും കാലുമൊക്കെ വെട്ടിമാറ്റുന്ന സമയങ്ങളിൽ അതും കൊണ്ടുപോയി സുഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ മുറിച്ചു കളയുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമല്ല. പക്ഷെ മുറിച്ചു കളയാതെ നിലനിർത്തുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അതിനുള്ള പഠനം വൈദ്യനുണ്ടായിരിക്കണം, അറിവ് വൈദ്യനുണ്ടായിരിക്കണം. അപ്പോൾ ഇനി ഞാൻ നിർത്തുകയാണ്. അതായത് പഠിക്കാൻ താല്പര്യപ്പെട്ടിട്ടുള്ളവർ, അതായത് ഈ ക്ലാസ്സിൽ ചേരാൻ താല്പര്യപ്പെട്ടിട്ടുള്ളവർ 2024 ഒക്ടോബർ 6-ാം തീയതി ഞായറാഴ്ചയ്ക്കകം ബന്ധപ്പെടണമെന്നും 13-ാം തീയതി ക്ലാസ് ആരംഭിച്ച് കഴിഞ്ഞതിന് ശേഷം അഡ്മിഷൻ ബുദ്ധിമുട്ടായിരിക്കും എന്നുകൂടി അറിയിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ പഠിത്തം തുടങ്ങിക്കഴിഞ്ഞ് പിന്നെ വന്ന് ചേരുന്നവർക്ക്, പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും പുതുതായി വരുന്നവർക്കും ഒരുപോലെ ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് 13-ാം തീയതിക്ക് മുമ്പായി തന്നെ, 6-ാം തീയതിയോടുകൂടി തന്നെ അഡ്മിഷനെ കുറിച്ച് ചിന്തിക്കുക. താല്പര്യമുള്ളവർ 13-ാം തീയതിക്ക് മുമ്പായിട്ട് അത് പൂർത്തിയാക്കുകയും ചെയ്യുക. ഈ ഒരു കാര്യമാണ് അറിയിക്കാനുള്ളത്. പിന്നെ വിവരങ്ങൾ വിശദമായി അറിയുന്നതിന് ഇതോടൊപ്പം ഞാനൊരു ഫോൺ നമ്പർ ചേർക്കുന്നുണ്ട്. അതിൽ വിളിച്ച് ബന്ധപ്പെടുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ വളരെ ചുരുക്കിയാണ്. ചിലപ്പോൾ പരസ്പര ബന്ധമില്ലാത്തതെന്നും തോന്നാം. പക്ഷേ ഇതെല്ലാം നമുക്ക് പാഠ്യവിഷയങ്ങളിൽ പെട്ടതാണ്. രോഗനിർണയവും
രോഗനിദാനം, രോഗലക്ഷണങ്ങൾ, രോഗനിർണയ രീതികൾ, ഔഷധ പ്രയോഗത്തിൻ്റെ വ്യത്യസ്തമായ ഘട്ടങ്ങൾ, പഥ്യത്തിൻ്റെ ആവശ്യം, അതുപോലെ പിന്നെ ഓരോ കാലഘട്ടത്തിൽ ഓരോ രോഗാനുസൃതമായി പാലിക്കേണ്ട ആഹാരക്രമങ്ങൾ, ചിട്ടകൾ, അങ്ങനെ 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 അനവധി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതിനാണ് പഠനത്തിനൊരു 4 വർഷത്തെ കാലയളവ് നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇത് മനസ്സിലാക്കി സഹകരിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയോടെ സഹകരിക്കണം.